ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ എടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയാണ് നല്ല കമ്പനി, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ക്ലെയിം റിജക്റ്റ് ആവില്ല, അല്ലെങ്കിൽ എനിക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ പറയുന്ന ക്ലെയിമോ കാര്യങ്ങളോ കിട്ടാതിരിക്കില്ല. ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ റൂം റെന്റ് കൊടുത്തിട്ട് എനിക്ക് അധിക ബാധ്യത വരുമോ, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഗുരുതര രോഗങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കൊരു ഇൻഷുറൻസ് കവറേജ് കിട്ടില്ലേ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങളും. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, എനിക്ക് എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടിയില്ല, അവരെന്റെ ക്ലെയിം റിജക്ട് ചെയ്തു, എനിക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ റീഇംബേഴ്സ്മെന്റിന് പോയിട്ടില്ല. ഇങ്ങനെയുള്ള സംശയങ്ങളും ഏതൊരു സാധാരണക്കാർക്ക് തോന്നാവുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് എടുക്കാം എന്നുള്ളത്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകും. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് പ്രീമിയമാണ്. ഇത്ര പ്രീമിയം ഞാൻ എങ്ങനെ അടയ്ക്കും എന്നുള്ളതാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ പ്രീമിയം ഇത്ര അടയ്ക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ ഗുണം, എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരു അസുഖം വന്നില്ലെങ്കിൽ ഞാൻ ഈ അടച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയം നഷ്ടമല്ലേ. നമ്മൾ ആലോചിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അസുഖം വരാനോ അല്ലെങ്കിൽ വരാണ്ടിരിക്കാനോ വേണ്ടിയിട്ടല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് മേജറായിട്ട് അങ്ങനെ ഒരു അസുഖം വന്നാൽ അതുകൊണ്ട് എനിക്ക് എൻ്റെ പോക്കറ്റ് കാര്യമാവരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. ഇതാണ് വരുന്നത്. ഈ പ്രീമിയം മാത്രമല്ല കേട്ടോ, പ്രീമിയം മാത്രം നോക്കിയതൊന്നും കാര്യമില്ല, എത്ര രൂപയുടെ കവറേജ് ആണ് ഞാൻ എടുക്കുന്നത്, ഇതിനകത്ത് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രീമിയത്തിന്റെ റേഞ്ച് പോകുന്നത്. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതിനകത്ത് മേജറായിട്ട് വരുന്നത് 5 കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നല്ല ആരോഗ്യമുള്ള ഒരാളാണ്, അത് വലിയ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലോ യൂട്ടിലൈസേഷൻ എന്നുള്ള രീതിയിൽ വരും. ഇനി എന്തെങ്കിലുമൊക്കെ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഹൈ യൂട്ടിലൈസേഷൻ ചാൻസസ് അവിടെയുണ്ട്. അപ്പൊ നമ്മുടെ യൂട്ടിലൈസേഷൻ രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യും. അത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് പ്രീമിയം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നു. പ്രീമിയം എങ്ങനെ എടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹൈ പ്രീമിയം ആണോ ആവശ്യം വരുന്നത്, അത് ലോ പ്രീമിയം ആണോ ആവശ്യം വരുന്നത്. ഇപ്പൊ ലോ പ്രീമിയം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, നമുക്ക് എങ്ങനെയാണ് ലോ പ്രീമിയം പ്ലാനുകൾ ചൂസ് ചെയ്യേണ്ടത്, അതിനകത്ത് എന്തൊക്കെ കട്ടിങ്സ് വരുന്നത്, കോപേസ് അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് ഒരു ശതമാനം എമൗണ്ട്, ഞാൻ പറയുകയാണ് 100%, 10,000 രൂപ ബില്ല് വരുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് അതിനകത്ത് കോപേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുവാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് 30% ബില്ല് നമ്മൾ സ്വന്തമായിട്ട് അടയ്ക്കുകയും 70% കമ്പനി അടയ്ക്കുന്ന രീതി. അപ്പൊ ഇതൊക്കെ ഗണ്യമായിട്ട് പ്രീമിയത്തിനെ കുറച്ചു തരും. പക്ഷെ ഇത് നമ്മൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ളതാണ് രണ്ടാമത് എടുക്കേണ്ട ഡിസിഷൻ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്ടറെ കാണും, അല്ലെങ്കിൽ ആ സ്പെസിഫിക് ഹോസ്പിറ്റലിൽ മാത്രമേ ഈ ഡോക്ടർ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് ഈ ഇൻഷുറൻസ്, നമ്മൾ എടുക്കാൻ പോകുന്ന ഇൻഷുറൻസിന്റെ ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകൾ, കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ, ഇതെല്ലാം അതിനകത്ത് വരുമ്പോൾ ഹോസ്പിറ്റൽ നെറ്റ്വർക്കിന്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് ഇന്ന ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതാണ് മൂന്നാമത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വെയിറ്റിംഗ് പീരീഡുകളെ, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസുകൾക്ക് വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ടാവും. ചില കമ്പനികൾ 3 വർഷം പറയുന്നുണ്ടാവും, ചില കമ്പനികൾ 2 വർഷം പറയുന്നുണ്ടാവും, ചില കമ്പനികൾ 90 ദിവസം പറയുന്നുണ്ടാവും, ചില കമ്പനികൾ പ്രീ എക്സിസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് വേവ് ഓഫ് ചെയ്ത് തരുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ആദ്യം ചെക്ക് ചെയ്യണം. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾക്ക് വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് എക്സ്ക്ലൂഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സോ 5ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തണം, അവരുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമ്മൾ ഒരു റിസർച്ച് നടത്തണം. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. പല കമ്പനികളും
ക്ലെയിംസ് എല്ലാം കൊടുക്കാറുണ്ട്. എല്ലാ കമ്പനികളും നല്ല കമ്പനിയാണ്, എല്ലാ കമ്പനികളും പ്ലാനുകളും നല്ലതാണ്. നമുക്ക് ആവശ്യമുള്ളതാണോ ആ പ്ലാനിലുള്ളത് എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അവരുടെ CSR അല്ലെങ്കിൽ അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്താണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അവരുടെ ക്യാഷ്ലെസ് ഫെസിലിറ്റി കൊടുക്കുന്ന ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് എത്രത്തോളം ഉണ്ട് എന്നാണ്. ഇനി ക്യാഷ്ലെസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റീഇംബേഴ്സ്മെന്റിന് തിരിച്ച് നമ്മൾ പണം അടച്ച ശേഷം പണം തിരിച്ച് കിട്ടുന്ന പ്രോസസ്സിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതിനാണ് ഞങ്ങളുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളോട് സംശയങ്ങൾ ചോദിക്കാം. ഈ സംശയങ്ങൾ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചും അല്ലെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പ്ലാനുകളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംശയമുള്ള പ്ലാനുകൾ ഏതാണ് എന്താണ് എന്നുള്ളത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പ്ലാനുകൾ എടുത്ത് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ പ്ലീസ് ഡു വാച്ച്, ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.